നമ്മൾ വിചാരിക്കും അവിടെ ഒരു ഓഫീസിൽ ഒരു കോടി രൂപ അക്കൗണ്ടിൽ വന്നാൽ എൻ്റെ പ്രശ്നമൊക്കെ തീരും. പിന്നെ 2 കോടിയുടെ പ്രശ്നമായിരുന്നു. ഇതുവരെ 1 കോടിയുടെ പ്രശ്നമേ ഉള്ളായിരുന്നു. ഇനി 2 കോടിയുടെ 5 കോടിയുടെ 10 കോടിയുടെ പ്രശ്നങ്ങളാണ്. 10 കോടി വരുമ്പോൾ നമ്മൾ വിചാരിക്കും കഴിഞ്ഞു, മില്യണയറായി. ഇനിയാണ് അടുത്ത പ്രശ്നം. മൾട്ടി മില്യണയർ ആകണമെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നം വേണം. അപ്പൊ അതുമായി അത് കഴിയുമ്പോഴത്തേക്കിന് ഒരു 10-25 കോടിയെങ്കിലും ഇല്ലാതെ എന്തോന്നാണ്. അങ്ങനെ വന്നു കഴിയും പിന്നെ ഒരു 100 കോടി, പിന്നെ ഒരു 1000 കോടി. ഈ കോടികൾ ഇങ്ങനെ കൂടുന്തോറും പ്രശ്നങ്ങളുടെ വലിപ്പം കൂടിക്കൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നോ? കാരണം ഓരോ പ്രശ്നങ്ങളും ഓരോ വലിയ വലിയ അവസരങ്ങളാണ്. അപ്പൊ ഈ ചെറിയ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല എങ്കിൽ നമുക്ക് സ്കിൽ പ്രോബ്ലം ഉണ്ട് എന്നാണ് അർത്ഥം. നിങ്ങളുടെ മുന്നിൽ പ്രശ്നങ്ങൾ കീറാമുട്ടിയായി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമല്ല പ്രശ്നം, സ്കില്ലാണ് പ്രശ്നം. നിങ്ങൾക്ക് ആ പ്രശ്നത്തെ ഓവർകം ചെയ്യാനുള്ള കഴിവില്ല. സോ നിങ്ങളുടെ ആയുധപ്പുരയിലേക്ക് നോക്കുക, ആവനാഴിയിലേക്ക് നോക്കുക. എൻ്റെ ആയുധങ്ങൾക്ക് മൂർച്ചയില്ലാതായിരിക്കുന്നു. ഡെയിലി എന്ത് ചെയ്യണം? അതുകൊണ്ട് ഈ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം. അവിടെയാണ് നമ്മളുടെ വിജയം ഇരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നോ? അതുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ സക്സസ് വെച്ചിട്ട് ഇത്ര പൈസ എൻ്റെ കയ്യിൽ എത്തിക്കഴിയുമ്പോൾ എൻ്റെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് തീരുമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ഈ ഫിനാൻഷ്യൽ ഇത് കൂടിക്കൂടി വരും തോറും പ്രശ്നങ്ങൾ വലുതായി വലുതായി വരും. അപ്പോൾ കാശുണ്ടാകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഒളിച്ചോടി വീട്ടിൽ കയറി വന്നിരിക്കത്തില്ല, പ്രശ്നങ്ങളുടെ വലിപ്പം കൂടും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നോ? ഞാൻ മുമ്പേ ചോദിച്ചില്ലേ, ഞാനായിട്ട് ഒരാഴ്ച ജീവിക്കാവോ എന്ന്. എൻ്റെ ചോദ്യം, അദാനിയായിട്ട് 1 മിനിറ്റ് ജീവിക്കാവോ? എവിടെ കയർ എന്നും ചോദിച്ചിട്ട് പോവും. 1 മിനിറ്റ് ജീവിക്കാൻ പറ്റില്ല നമുക്ക് അംബാനിയായിട്ട്. മനസ്സിലാവും? അതുകൊണ്ട് എന്ത് ചെയ്യണം? വി ഷുഡ് ഡെവലപ്പ് ദ കേപ്പബിലിറ്റി. എന്താ വാക്ക്? കേപ്പബിലിറ്റി. കഴിവ് വർദ്ധിപ്പിക്കണം. ഓരോ പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവ് വർദ്ധിപ്പിക്കും. നെപ്പോളിയൻ ഹില്ല് പറഞ്ഞിട്ടുണ്ട്, ഓരോ പ്രശ്നത്തിൻ്റെ അകത്തും വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിത്ത്, ഒരു സീഡ് ഒളിച്ചു വെച്ചിട്ടുണ്ട്. എന്തോ? ഓരോ പ്രതിസന്ധിക്കകത്തും ഗ്രോത്തിൻ്റെ ഒരു സീഡ്, വിത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ട്. അത് ആ പ്രശ്നം പൊളിച്ചകത്ത് ചെന്നെങ്കിൽ മാത്രമേ ഈ സീഡ് കിട്ടൂ. നെപ്പോളിയൻ ഹില്ല് പറഞ്ഞതാ. സോ നമ്മൾ എന്താ ചെയ്യണ്ടേ? റിയൽ സക്സസ് എന്ന് പറയുന്നത് പ്രശ്നങ്ങളില്ലാതിരിക്കുന്നതല്ല. റിയൽ സക്സസ് എന്ന് പറയുന്നത് പ്രശ്നങ്ങൾക്ക് മുകളിൽ പറക്കാനുള്ള കഴിവാണ് റിയൽ സക്സസ്. എന്താണ്? വാട്ട് ഈസ് സക്സസ്? എന്താണ് വിജയം? പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നതല്ല സക്സസ്. എന്ത് പ്രശ്നം വന്നാലും അതിനു മുകളിൽ പറക്കാനുള്ള കഴിവാണ് യഥാർത്ഥ സക്സസ്. വിച്ച് മീൻസ് കേപ്പബിലിറ്റി ടു ഓവർകം ഹാർഡ് ടൈംസ് ഈസ് ദ റിയൽ സക്സസ്. എങ്കിൽ എത്ര പേരുണ്ട് സക്സസ്ഫുൾ? വെരി ഫ്യൂ. പ്രതിസന്ധികളെ ഇഷ്ടപ്പെടുന്ന, പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ടാണ് 89% ആളുകളും പുവർ ആൻഡ് മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്നത്.